നമസ്കാരം, എൻ്റെ പേര് ബെന്നി. സ്ഥലം ആലപ്പുഴയാണ്. 1997 മുതൽ ഞാൻ കേരള പോലീസ് സർവീസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ യാദൃശ്യമായിട്ട് 4 വർഷക്കാലം മുമ്പാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പ്രോജക്റ്റ് ഈ കമ്പനിയുടെ ചെയർമാനായ ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് എൻ്റെ 2 പ്രിയ സഹോദരങ്ങളോടൊപ്പം കേൾക്കാനിടയാകുന്നത്. കേട്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ട് ടൈമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫുൾ ടൈമായി ഈ ബിസിനസ് ചെയ്തു വരികയാണ്. എന്തായിരുന്നാലും ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഈ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന കമ്പനിയുടെ പേര് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് fijiCart.com എന്നാണ്. ഈ കമ്പനി ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ് ആണ്. നമുക്കറിയാം, ഫിസിക്കൽ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത്. ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ, അലിബാബ, മിന്ത്രയൊക്കെ ഡിജിറ്റൽ ഷോപ്പുകളാണ്. നമ്മുടെ കമ്പനി ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ അഥവാ ഫിജിറ്റൽ എന്ന ആശയമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കമ്പനി കൃത്യമായി ഇന്ത്യയിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. GST രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ, പാൻ കാർഡ് രജിസ്ട്രേഷൻ ഒക്കെ ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ പേരിൽ തന്നെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ ബിസിനസ് നമ്മുടെ രാജ്യത്ത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, ഒരു ബിസിനസ്സാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡയറക്ട് സെല്ലിംഗ് വിത്ത് ഇ-കൊമേഴ്സ് കമ്പനി എന്ന രീതിയിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ UAE-ലാണ് ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യയിലേക്ക് ഇവർ വരുന്നത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് 8/7/2018. അത് അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് മിനിസ്റ്റർ തിലോത്തമൻ സാറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാനാവുന്നതാണ്. കൂടാതെ എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, എന്നെപ്പോലെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ, ഒരു കാര്യം ഈ കമ്പനിയുടെ ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് എന്നുള്ളതാണ്. ഏകദേശം 159 വർഷത്തെ ബിസിനസ് പാരമ്പര്യവും 7000 കോടി രൂപയിലധികം വാർഷിക ടേൺ ഓവർ ഉള്ള ഒരു ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ. കമ്പനി ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സാധനങ്ങൾ വിൽക്കുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന കമ്പനി. ഈ കമ്പനി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തമായി മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ഉണ്ട്. അതല്ലാതെ മറ്റു കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുമുണ്ട്, പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ LG, സോണി, സാംസങ് തുടങ്ങി ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള നിരവധി ബ്രാൻഡഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 5000-ൽ പരം 6000-ഓളം പ്രോഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നു. ആദ്യം വെറും 13 പ്രോഡക്റ്റുകളുമായിട്ടാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ദൈനംദിനം എന്നുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കാറ്റഗറി പറയാനാണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, കോസ്മെറ്റിക്സ്, വെൽനസ് പ്രോഡക്റ്റ്, ഡ്രസ് മെറ്റീരിയൽസ്, അതുപോലെ കിച്ചൺ വെയറുകൾ, അതുപോലെ ലെതർ ഉൽപ്പന്നങ്ങൾ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടങ്ങി ഗ്രോസറി ഉൽപ്പന്നങ്ങളടക്കം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പലചരക്ക് ഉൽപ്പന്നങ്ങളടക്കമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, സ്വന്തം ബ്രാൻഡിൽ അരി വരെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. എന്തായാലും ബഹുമാനരായ നിങ്ങളെ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നുമല്ല. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്നും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്പനിയിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ വരാവുന്നതാണ്. ഒന്ന്, ഈ കമ്പനിയിലൂടെ സാധനങ്ങൾ വാങ്ങുക, വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതൊരു പാർട്ട് ടൈം ഫുൾ ടൈം ജോബ് പോലെ ഒരു വരുമാന മാർഗം പോലെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കാം. എങ്ങനെയാണെങ്കിലും ഇതിനകത്ത് രജിസ്ട്രേഷൻ ആവശ്യമാണ്. നേരിട്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പിക്കപ്പ് സ്റ്റോറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 80-നും 100-നും ഇടയ്ക്ക് പിക്കപ്പ് സ്റ്റോറുകളും വലിയ സൂപ്പർ മാർക്കറ്റുകളും ഈ കമ്പനി നടത്തുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോയാൽ സാധനം വാങ്ങാം, പക്ഷെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഓൺലൈനായിട്ട് സാധനം വാങ്ങാം, പക്ഷെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓർഡർ ചെയ്താൽ സാധനം നിങ്ങളുടെ വീട്ടിൽ കമ്പനി എത്തിച്ചു കൊടുക്കും. ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ KYC ഡോക്യുമെന്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ ഈ കമ്പനിയിൽ ആഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. പക്ഷെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ID നമ്പർ, IQ നമ്പർ കമ്പനി ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് കമ്പനി വിവിധ തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കമ്പനിയുടെ സാധനങ്ങൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വില കുറച്ച് കിട്ടും എന്നുള്ളത് കൂടാതെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എന്ന നിലയിൽ ഒരു ചെറിയ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്
കമ്പനി അപ്പോൾ തന്നെ ഇട്ട് തരുന്നുണ്ടാവും. അത് ചിലപ്പോൾ 10 പൈസയായിരിക്കാം, 50 പൈസയായിരിക്കാം, 500 രൂപയായിരിക്കാം. അപ്പൊ റീറ്റെയിൽ പ്രോഫിറ്റ് സാധനം വാങ്ങുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും കിട്ടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. 2, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കമ്പനിയുടെ ബിസിനസ് നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ അയൽവക്കാർ തുടങ്ങിയ വരുമാനം അന്വേഷിക്കുന്ന, കടബാധ്യതകളും രക്ഷപ്പെടണമെന്നും ആഗ്രഹമുള്ള, തൊഴിലന്വേഷിക്കുന്ന, മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്ന, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു 5-10 ആളുകളെ സെലക്ട് ചെയ്ത് ഒന്നുകിൽ ഈ യൂട്യൂബ് വീഡിയോ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ കമ്പനി നടത്തുന്ന ഓൺലൈൻ മീറ്റിംഗ് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന്റെ സഹായത്തോടെയോ, അല്ലെങ്കിൽ കമ്പനിയുടെ മീറ്റിംഗ് സെന്ററിലൂടെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 4-5 ആളുകളെ വിളിച്ചിട്ട് ലീഡേഴ്സിനെ കൊണ്ടോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ, പണത്തിന് ആവശ്യമുള്ള വ്യക്തികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും അവർ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ എല്ലാ ആളുകളും താല്പര്യം കാണിക്കണമെന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 2 വ്യക്തികൾ, ഒന്ന് നിങ്ങളുടെ ബന്ധു, ഒന്ന് നിങ്ങളുടെ സുഹൃത്ത്, ഈ 2 വ്യക്തികൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. രജിസ്ട്രേഷൻ ഇവിടെ ഫ്രീ ആണ്, അതിന് പ്രത്യേകിച്ച് പണം മുടക്കൊന്നുമില്ല. 2 വ്യക്തികൾ ഈ ബിസിനസ്സിലേക്ക് വന്നു, 2 വ്യക്തികളും രജിസ്റ്റർ ചെയ്തു, 2 വ്യക്തികളും അവർക്കും ഓരോ പാർട്ട്ണർഷിപ്പ് കിട്ടി. അത് നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലായിട്ട് 2 ഫ്രാഞ്ചൈസി പോലെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് നടത്താവുന്നതാണ്. സ്വാഭാവികമായും ആ 2 വ്യക്തികൾ ഈ കമ്പനിയുടെ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ, ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ അവർ അവരുടെ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങി എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഇവിടെ 2 പേസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അരിയോ പഞ്ചസാരയോ എന്തോ ആവാം. ഈ 2 വ്യക്തികൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആ പ്രൊഡക്റ്റിന് ഒരു പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു സെയിൽസ് വോളിയം ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഏത് പ്രൊഡക്റ്റിന് എത്ര സെയിൽസ് വോളിയം ഉണ്ടെന്ന് നിങ്ങൾക്ക് സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളിലൂടെ 2 വ്യക്തികൾ വാങ്ങിയ പ്രോഡക്റ്റിന് ഒരു സെയിൽസ് വോളിയം ഉണ്ടെങ്കിൽ, ഒരു പോയിന്റ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 20 രൂപയാണ്. കമ്പനി ആ വരുമാനം തരുന്നതിന്റെ മാനദണ്ഡം ഒരു സെയിൽസ് വോളിയം മാച്ചായി അതിന്റെ 20 ഇരട്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. എത്ര പോയിന്റ് വാല്യൂ മാച്ച് ആയിട്ടുണ്ടോ അതിന്റെ 20 ഇരട്ടി. ഇനി ആ വ്യക്തികൾ 10 പോയിന്റ് വാല്യൂന്റെ പ്രൊഡക്റ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയും, അവർ 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ എന്ന രീതിയിലാണ് ഈ കമ്പനിയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. ഇനി നമ്മളോടൊപ്പം വന്ന ഈ 2 വ്യക്തികൾ സ്വാഭാവികമായും അവർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളവരാണ്. അവരുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പൈസയ്ക്ക് ആവശ്യമുള്ള ആളുകളുണ്ട്. അവരവരുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ ബിസിനസ് ഞാൻ പറഞ്ഞ മെത്തേഡിലൂടെ പ്രചരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, ആളുകളിലേക്ക് എത്തിക്കാൻ തയ്യാറാകുമ്പോൾ, പുതിയ ആളുകൾ അവരോടൊപ്പവും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമെന്നാണ് എന്റെ അനുഭവം. സ്വാഭാവികമായും ഇത്തരത്തിൽ അവരുടെ ഗ്രൂപ്പിലും ഒരു 200 സെയിൽസ് വോളിയം എന്ന രീതിയിലും പോയിന്റ് വാല്യൂ എന്ന രീതിയിലും ഇങ്ങനെ ബിസിനസ് മാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 4000 രൂപയാണ്. ഇങ്ങനെ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി വരുമാനം 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്നതിന് 30,000 രൂപയാണ്. ആദ്യത്തെ 100 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്നത് വരെ കമ്പനി 2:1 എന്ന രീതിയിൽ, അതായത് ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് 2ഉം ഒരു സൈഡിൽ നിന്ന് 1 സെയിൽസ് വോളിയം എന്ന രീതിയിലും മാച്ച് ആവും. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് 2 സെയിൽസ് വോളിയം, ഒരു സൈഡിൽ നിന്ന് 1 സെയിൽസ് വോളിയം എന്ന രീതിയിലാണ് മാച്ച് ആവുന്നത്. പിന്നീടുള്ള എല്ലാ സെയിൽസ് വോളിയം മാച്ചിങ് 1:1 എന്ന റേഷ്യോയിലാണ്. പരമാവധി ഈ കമ്പനിയിൽ ലഭിക്കുന്ന വരുമാനം 30,000 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, എന്നെ പോലെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനി വരുമാനം കൊടുക്കുന്ന രീതി, ഇവരുടെ മോഡ് ഓഫ് പേയ്മെന്റ് ഡെയിലിയാണ് വരുമാനം കൊടുക്കുന്നത്. ഒരു ദിവസമാണ് വരുമാനം. ഇന്ന് രാത്രി 12 മണിക്കകം നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഓർഗനൈസേഷൻ രണ്ടിലും കൂടി എത്ര സെയിൽസ് വോളിയം മാച്ച് ചെയ്തിട്ടുണ്ടോ അതിന്റെ 20 ഇരട്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും. 12:15 നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ ആ വരുമാനം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഡെയിലി 30,000 വെച്ച് വേണമെങ്കിൽ മാസം 9 ലക്ഷം വരെ വാങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു വരുമാനം ജനറേഷൻ ബോണസ് ആണ്. ജനറേഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ ആളുകളും ബിസിനസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില ആളുകൾ പ്രൊഡക്റ്റ് എടുക്കാൻ വരും, ചില ആളുകൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ ജനറേഷൻ ബോണസിന്റെ പ്രത്യേകത, നമ്മൾ പരിചയപ്പെടുത്തുന്ന, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ കമ്പനി സ്ഥിരമായി നിരന്തരമായി സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന ബിസിനസ് വോളിയത്തിന് അനുസരിച്ചുള്ള ആനുപാതികമായ തുക നമ്മൾക്ക് വരുമാനമായി മന്ത്ലി കിട്ടും. അതിന് നമ്മൾ ചെറിയ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ആളുകൾ വാങ്ങുന്ന സാധനത്തിനും അവരിലൂടെ വരുന്ന അങ്ങനെ 8-9 ലെവൽ വരെ വരുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വോളിയത്തിന് ആനുപാതികമായ പണം മന്ത്ലി നിങ്ങൾക്ക് കിട്ടും. അതാണ് ജനറേഷൻ ബോണസ്. ഇതിന്റെ പ്രത്യേകത, ഇതിനുവേണ്ടി നിങ്ങൾ എല്ലാ മാസവും സാധനം മേടിക്കണമെന്ന് നിർബന്ധമില്ല, കൊണ്ടുവന്ന് വിൽക്കണമെന്ന് നിർബന്ധമില്ല, 2 സൈഡ് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആളുകളിലൂടെ കച്ചവടം നടക്കണം, അതിന്റെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ആനുവൽ പ്രോഫിറ്റ് ആണ്. കമ്പനിക്ക് 13 റാങ്കുകളാണുള്ളത്. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള 3 റാങ്കുകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ടേൺ ഓവറിന്റെ ബെനിഫിറ്റ് ഇയർലി നിങ്ങൾക്ക് കിട്ടും. അത് പുതിയ ആളുകളെ സംബന്ധിച്ചുള്ള, ഇപ്പൊ അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല. ടോപ്പ് റാങ്ക് അടിക്കുന്നതനുസരിച്ച് നമുക്ക് ലഭിക്കും. അടുത്തത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്.
സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ. എന്നാൽ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഈ കമ്പനി ഓരോ റാങ്കുകൾ നമ്മൾ അച്ചീവ് ചെയ്ത് കയറുമ്പോഴും കമ്പനി നമുക്ക് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഫ്രീ ആയിട്ട് തരും. അതായത് ഒരു 20,000 സെയിൽസ് വോളിയം നമ്മൾ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് ആവും. ആ സമയത്ത് 50,000 രൂപ ബൈക്ക് എടുക്കാനുള്ള ഫണ്ടായിട്ട് നമുക്ക് തരും. അത് നമ്മൾ ബൈക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ബൈക്ക് എടുക്കാം, അല്ല മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട, അത് നമുക്ക് ഫ്രീ ആണ്. അടുത്ത ലെവലെത്തുമ്പോൾ കമ്പനി നമുക്ക് കാർ ഫണ്ട് തരും. 5 ലക്ഷം രൂപ കാർ ഫണ്ട് തരും. 1 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോഴാണ്. അതായത് 20,000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്നതിന്റെ കൂടെ 80,000 മാച്ച് ആയാൽ മതി. അപ്പൊ നമുക്ക് 5 ലക്ഷം രൂപ കാർ ഫണ്ട് തരും. അടുത്ത ലെവലെത്തുമ്പോൾ 2 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 വ്യക്തികൾക്ക്, അതായത് ഹസ്ബൻഡിനും വൈഫിനും 20 ദിവസത്തേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഈ കമ്പനി ഫ്രീ ആയിട്ട് തരും. ഇവിടെ ഈ റാങ്ക് മുതൽ നമുക്ക് പ്രോഫിറ്റ് ഷെയർ സ്റ്റാർട്ട് ചെയ്യും, ടേൺ ഓവർ ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ലെവലിൽ 5 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 50 ലക്ഷം രൂപ കാർ ഫണ്ട് ആയിട്ട് തരും. അടുത്ത ലെവലിൽ 10 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 കോടി രൂപ റിവാർഡായിട്ട് തരും. സ്വാഭാവികമായും ഇത് ആദ്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇത് വിശ്വസിക്കണം നിർബന്ധമില്ല. കാരണം ഞാനും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ബഹുമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ എന്ന് കേൾക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല സാറേ എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഞാൻ. എന്തായാലും ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്. ഈ തുടക്കക്കാരെന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇത് കിട്ടുമെന്ന് നിങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഫിജിക്കാർട്ട് ഇ കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിസിനസ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ്സായി ഗ്രോ ചെയ്യുന്നതിന്റെ പിന്നിൽ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. നമുക്കറിയാം, ഗവൺമെന്റ് ജോലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഗവൺമെന്റ് ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സ്ഥിര വരുമാനം കിട്ടും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ആശ്രിതർക്ക് ഒരു വരുമാനം കിട്ടും, നമുക്ക് പെൻഷൻ കിട്ടും. ഇതൊക്കെയാണ്, ജോലി കിട്ടും, പെൻഷൻ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ശമ്പളം എന്ന് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും ഒരു സ്ഥിര വരുമാനം, ഒരു പെർഫോമൻസ് ബോണസ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് സെയിൽസ് മാനേജർ എന്ന വെറും 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഈ കമ്പനി ഒരു മന്ത്ലി ഇൻകം, ഒരു പെർഫോമൻസ് ബോണസ് എല്ലാ മാസവും 25-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഇട്ട് കൊടുക്കും. വെറും 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ മതി. 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യാൻ 15ഉം 20 ദിവസം കൊണ്ടും 30 ദിവസം കൊണ്ടും ഒക്കെ അച്ചീവ് ചെയ്യുന്ന 100 കണക്കിന് ആളുകൾ Fijica.com ഉണ്ട്. എന്നാൽ ആവറേജ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഈ കമ്പനിയിൽ 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് കഴിയും. അങ്ങനെ അച്ചീവ് ചെയ്താൽ കമ്പനി മന്ത്ലി ഇൻകം തരും, പെർഫോമൻസ് ബോണസ് ആയിട്ട്. അത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ഓരോ മാസവും കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിനകത്തുനിന്ന് കമ്പനി മാറ്റിവെക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഈ റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് 10,000, 12,000, 13,000, 19,000 വരെ വന്ന മാസങ്ങളുണ്ട്. കൂടാതെ അതിനോടൊപ്പം കണക്കാക്കുന്നത് ഒരു 300 സെയിൽസ് വോളിയം ഒരു വ്യക്തി ഒരു മന്ത്ലി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ബിസിനസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കണം, അല്ലെ നടന്നിരിക്കണം എന്നുണ്ട്. ഒരിക്കലും ആ വ്യക്തി തന്നെ കൊണ്ടുവരണ്ട. അദ്ദേഹത്തിന്റെ ടീമിൽ 300 സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ മതി. 2 സൈഡും വേണമെന്നില്ല. ഒരു പവർ സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻകം സൈഡിൽ വന്ന് മാച്ച് ആയാൽ അതിന്റെ 6,000 വേറെയും കിട്ടും. അപ്പൊ മിനിമം ബിസിനസിന്റെ 6,000-ഉം കമ്പനി തരുന്ന 12,000 ആ റേഞ്ചും കൂടെ കൂട്ടിയാൽ ഏകദേശം 18,000 രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ മന്ത്ലി ഇൻകം അഥവാ പെർഫോമൻസ് ബോണസ്. എങ്കിലും ഞാൻ പറയുന്നു, 15,000-നും 20,000-നും ഇടയ്ക്ക് എമൗണ്ട് ഏതൊരു സാധാരണക്കാരനും സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ് Fijica.com നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഈ റാങ്ക് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടുകയും അവരുടെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അതുപോലെ തന്നെ വരുമാനം കണ്ടിന്യൂ ചെയ്യും. അവർ ഈ ബിസിനസ് നോക്കി നടത്തിക്കൊണ്ടുപോകണം. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് കമ്പനി ഒരു മെഡിക്കൽ കവറേജ് കൊടുക്കുന്നുണ്ട്. 4 വ്യക്തികൾക്ക്, 2 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും 1 വർഷത്തേക്ക് 2 ലക്ഷം രൂപയുടെ വീതം ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. അപ്പൊ അതിനവർ ഇതിനകത്ത് ആക്റ്റീവായി നിൽക്കുന്ന കമ്പനിക്ക് ബോധ്യപ്പെട്ടാൽ അത് ലൈഫ് ലോങ് കിട്ടും. ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ബഹുമാനരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തെ കോടികളും ലക്ഷങ്ങളും ബെൻസ് കാറും BMW ഒക്കെ അങ്ങ് മാറ്റിവെച്ചേക്കും. നിങ്ങൾ ഈ ബിസിനസിനെ സീരിയസ് ആയിട്ടൊന്ന് നെഞ്ചേറ്റിൽ ആളിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പാർട്ട് ടൈം ആയിട്ടോ ഫ്യൂ ടൈം ആയിട്ടോ ഒരു സ്വയം തൊഴിൽ പോലെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ എത്തിപ്പെടാൻ കഴിയും. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഒരു 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. പേര് ഞാൻ പറഞ്ഞു, ബെന്നി എന്നാണെന്ന് പറഞ്ഞു. ഞാൻ പോലീസിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് നോക്കാം. ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ടൂറിസത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ 2 പ്രിയ സഹോദരങ്ങളായ സുഹൃത്തുക്കളോടൊപ്പം ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറിനെ തൃശ്ശൂർ പോയി പരിചയപ്പെടുന്നതും ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നതും. മുഴുവൻ കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ പ്രോജക്റ്റ് കൊള്ളാമെന്ന് തോന്നി. പ്രധാനമായും ഇത് 100% നിയമപരമാണ്.
2, ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഞാൻ പരിശോധിച്ചു, ബോധ്യപ്പെട്ടു. 2, ഈ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് ലോകത്ത് ഒരു വ്യക്തിക്കും 1 രൂപയുടെ പോലും നഷ്ടസാധ്യതയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. 3, ഈ ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിവ് കുറവോ നമ്മുടെ സമയക്കുറവോ നമ്മുടെ ആശങ്കകളോ ഒന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല. കാരണം വിജയിച്ച ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. 4, ഈ കമ്പനി വലിയൊരു വിഷനുള്ള വലിയൊരു മിഷനോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് പാർട്ട് ടൈമായി തുടങ്ങി. 2 മാസം ആത്മാർത്ഥമായി ഞങ്ങൾ 3 പേരും കൂടെ പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ ഈ കമ്പനിയിലൂടെ 8 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ കഴിഞ്ഞു. ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുകയും ബഹുമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ ആലപ്പുഴ വരികയും ഞങ്ങൾക്ക് റിവാർഡ് തരികയും 50,000 രൂപ ഗിഫ്റ്റ് തരികയും ഒരു ദിവസം ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ തരികയും ചെയ്തു. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ കേരള പോലീസിലെ ജോലിക്ക് പോയിട്ടില്ല. ലൈഫ് ടൈം കരിയറായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഫുൾ ടൈമായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം, ഈ ബിസിനസ്സിലൂടെ ഞാൻ ഇപ്പോൾ വാങ്ങുന്ന വരുമാനം ഡെയിലി 30,000 എന്ന രീതിയിലാണ് ഞങ്ങൾ 3 പേരും വാങ്ങുന്നത്. ടോട്ടൽ ആവറേജ് ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന രീതിയിൽ വരുമാനം ഉയർത്താനും അതിനപ്പുറത്തേക്ക് വരുമാനം വാങ്ങാനും ഒക്കെ ചില ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് സ്ക്രീനിൽ കാണുന്ന പോലെ ടാക്സ് കഴിഞ്ഞ് 28,500 എന്ന രീതിയിലാണ് ഡെയിലി ഇൻകം വരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 പേരുടെയും പേരിൽ ID ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ID ഉണ്ട്. അങ്ങനെ വിവിധ ഐഡികളിൽ നിന്നായിട്ട് 1 ലക്ഷം ആവറേജ് ഇൻകം വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചെന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങളോടൊപ്പം വന്ന 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വരുമാനം വാങ്ങിച്ചു കൊടുത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ കമ്പനിയുടെ 12ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തു. നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് ഞങ്ങൾ അച്ചീവ് ചെയ്തു. ഞങ്ങൾ ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടാണ് ടീമിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ റാങ്ക് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ റിവാർഡ് ക്വാളിഫൈഡ് ആകുകയും 47,50,000 രൂപ ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഈ 47,50,000 രൂപ ലഭിച്ചപ്പോഴാണ് ഇത് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായത്. തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങളും വിശ്വസിക്കാതിരുന്നതിൽ അത്ഭുതമില്ലെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഈ വരുമാനം ലഭിച്ചപ്പോൾ ഞങ്ങളുടെ മെറിഡിയൻ ഇന്റർനാഷണലിന്റെ ആദ്യത്തെ പ്രീമിയം കാർ ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന കാറ് വാങ്ങാനും ബഹുമാനായ എന്റെ പാർട്ണറും സഹോദരനുമായ സുനിൽ മുഹമ്മദ് സാറാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കമ്പനിയുടെ ടോപ്പ് റാങ്ക് അടിച്ചു. നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന 13ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തു. സ്വാഭാവികമായും ഈ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ റിവാർഡ് ക്വാളിഫൈഡ് ആകുകയും ബഹുമാനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആ വരുമാനം ചെക്ക് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ അതിലൂടെ വളരെ ഹാപ്പിയായി ഈ ബിസിനസ് ചെയ്തു വരികയാണ്. എന്തായാലും ബഹുമാനായ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോജക്റ്റ് കേട്ടു, മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെ നിങ്ങൾ ആരാണോ ഈ വീഡിയോ അയച്ചു തന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് എന്തിനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിനു ശേഷം ഇനി കാര്യങ്ങൾ മനസ്സിലായി വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുടെ പരിചയപ്പെടുത്തുന്ന വ്യക്തിക്ക് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കമ്പനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം 7 ദിവസം കൊണ്ട് എത്തിച്ചേരും. സ്റ്റോറിൽ പോയി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് സാധനം എടുക്കാം. സ്റ്റോറിൽ സാധനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അർജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ സാധനം എത്തിച്ചേരും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു 10-15 ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ആ ലിസ്റ്റിലുള്ള ആളുകളെ നിങ്ങൾ ഈ പ്രോജക്റ്റ് കേൾപ്പിക്കാൻ നിങ്ങളുടെ ലീഡറുടെ സഹായം ഉപയോഗിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ബിസിനസ് ആരോടും പറയുകയോ അവരെ കൺവിൻസ് ചെയ്യാനോ ശ്രമിച്ചാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകും, ഉറപ്പാണ്. കാരണം നിങ്ങൾ ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ കേട്ട കാര്യം മറ്റൊരാളോട് വ്യക്തമായ അറിവില്ലാതെ പറഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കത്തേ ഉള്ളൂ. അവരൊരിക്കലും ഈ ബിസിനസ്സിൽ വരില്ല എന്ന് മാത്രമല്ല നിങ്ങളെ കൂടി നെഗറ്റീവ് ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നല്ലൊരു ലിസ്റ്റ് എടുക്കാനും നിങ്ങളുടെ ലീഡേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് പുതിയ ഗസ്റ്റുകൾക്ക് നിങ്ങളുടെ കണക്ഷനുള്ള ആൾക്കാർക്ക് ഈ പ്രോജക്റ്റ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഈശ്വരൻ നിങ്ങളെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബിസിനസ്സിലൂടെ എല്ലാ വിജയങ്ങളും സൗഭാഗ്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഫിജിക്കാർഡ്. താങ്ക് യു വെരി മച്ച്.